ഇവിടെ ഞാനിതാ 34 ഇഞ്ചാണ് ക്ലോത്ത് വേണ്ടത്. അത് ഞാൻ ക്ലോത്ത് 2 മടക്കായിട്ട് മടക്കിയോണ്ട് ഇതിൻ്റെ നേരെ പകുതി ഞാൻ എടുക്കാമെന്ന്. അപ്പോൾ 17 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 17 ഇഞ്ച് മെഷർമെൻറ്റിൽ നമുക്ക് എന്താക്കണം, ക്ലോത്തിൻ്റെ നീളം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ നീളം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ ഞാനിതാ ക്ലോത്ത് സെറ്റ് ചെയ്തതിന് ശേഷം 4 മടക്കായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ 4 മടക്കായി മടക്കിയതിന് ശേഷം നമുക്ക് വീതി വേഗം മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വേഗം കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 4 മടക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. ഞാനിതാ ഇവിടെ 4 മടക്കായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ലെവൽ ചെയ്താൽ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആവും. അങ്ങനെ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഇഞ്ച് അളവിൽ നമ്മുടെ വീതി അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സ്ക്രഞ്ചിയാണ്. സ്ക്രഞ്ചിൻ്റെ മെഷർമെൻറ്റാണ് ഇപ്പോൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഇട്ട ഏതെങ്കിലും ഒരു സ്ക്രഞ്ചി അതിൻ്റെ അളവൊന്ന് നോക്കിയതിന് ശേഷം ആ ഒരു അളവിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഈ അളവിലും ചെയ്യാം. നമ്മൾ ചെയ്യുന്ന മെത്തേഡൊക്കെ കറക്റ്റാണ്. ബാക്കി ചെയ്യുന്ന ആ ഒരു ബോവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ക്ലോത്തിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കൂടെ ബോ ആയിട്ട് ഞാൻ ഈ ഒരു പേർപ്പിൾ കളറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 17 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച്, 12 സെൻറ്റിമീറ്റർ, 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് വീതിയും നീളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം വീതി നീളം അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ നീളം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ വീതിയും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കലാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം 4 മടക്കായിട്ട് മടക്കിയതിന് ശേഷം നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. അങ്ങനെ ഞാനിതാ അത് കട്ട് ചെയ്ത് കൊടുക്കലാണ്. ഇങ്ങനത്തെ 2 പീസ് നമുക്ക് വേണം, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റിലാണ്. ഞാനിവിടെ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അടുത്തത് നോക്കാം. അടുത്തത് 6 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് എന്താക്കാൻ നമ്മൾ ഓൾറെഡി മടക്കിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഞാൻ വീണ്ടും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയൊരു പീസും കൂടെ വേണം. അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കാം. അങ്ങനെ ഞാനിവിടെ ടാപ്പ് വെച്ചിട്ട് 8 ഇഞ്ച് അളവിൽ അടയാളപ്പെടുത്താൻ പോവാണ്. 8 ഇഞ്ച് നീളവും അതുപോലെ വീതി 2 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതും കൂടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു അടിപൊളി ബോ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യലാണ്. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി പാടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം. ആദ്യം തന്നെ എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ ഞാനിവിടെ നമ്മുടെ സ്ക്രഞ്ചിയാണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതാ 2 സൈഡും ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കണം. 2 പ്രാവശ്യമായിട്ട് ഞാൻ കൂട്ടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്ലോത്ത് വെച്ചതിന് ശേഷം ഉള്ളതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഞാൻ ഓൾറെഡി ഇതുപോലെ തന്നെയാണ് സ്ക്രഞ്ചീസിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മളുടെ മുകളിലത്തെ ക്ലോത്താണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ക്ലോത്ത് നമുക്കുള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പോൾ അത് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനിതാ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സ്ക്രഞ്ചീസ് ഇതുപോലെ അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം കുറച്ച് ഭാഗം നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. കാരണം നമുക്കതിൻ്റെ ഉള്ളിലോട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള ക്ലോത്തൊക്കെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് 7 ഇഞ്ച് അളവിൽ ഒരു എലാസ്റ്റിക്കും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 7 ഇഞ്ച് അളവിൽ അതൊന്ന് മെഷർ ചെയ്ത് വെക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതാ ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. നമ്മൾ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ക്ലോത്ത് പുറത്തെടുക്കുകയെന്ന്.
ഇങ്ങനെ പുറത്തെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റമാണ് ഈ ഒരു സ്ക്രഞ്ചി. അപ്പം ഇത് നമുക്ക് പ്ലെയിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബോ വെച്ചിട്ടുള്ള സ്ക്രഞ്ചി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കളർ തീമിലാണ് ചെയ്യുന്നത്, പേർപ്പിളും പിന്നെ ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ക്ലോത്തും വെച്ചിട്ട്. അപ്പോൾ രണ്ടും കൂടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എലാസ്റ്റിക് ഇതുപോലെ രണ്ടും കൂടെ ജോയിൻ ആക്കി കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തും കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കെട്ടിട്ടും കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കെട്ടിട്ട് കൊടുക്കാനാണ് പോകുന്നത്. ആദ്യം സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അത് കെട്ടിട്ട് കൊടുക്കലാണ്. അപ്പം രണ്ട് എലാസ്റ്റിക്കും കൂടെ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കെട്ടിടുന്ന ടൈമിൽ നമ്മൾ കുറച്ച് എലാസ്റ്റിക് കൂട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ സ്ക്രഞ്ചി ഒട്ടും സ്ട്രെച്ചബിൾ അല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നതാണെങ്കിൽ 8 ഇഞ്ച് എലാസ്റ്റിക്കൊക്കെ എടുക്കുക, 9 ഇഞ്ച് 8 ഇഞ്ചൊക്കെ എടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ ഒരു സൈഡും കൂടെ ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കലാണ്. നമ്മൾ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഉള്ളിലേക്ക് വിരലിട്ട് ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു സ്ക്രഞ്ചി തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ബോ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലുള്ള വശമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ചാക്കി കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് സെൻറ്റർ ഭാഗത്തതിന് ശേഷം ഞാനിതാ സ്റ്റിച്ചൊന്ന് വിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ സ്റ്റിച്ച് ചെയ്യാണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തേത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ക്ലോത്തിനെ നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നടുഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൺ ചെയ്യുന്നതായിരിക്കും. അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അയൺ ചെയ്തിട്ടില്ല, സിൽക്ക് സാറ്റിൻ ആയതുകൊണ്ട് തന്നെ വേഗം ഇങ്ങനെ തെന്നി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഭാഗം 2 സൈഡ് ഓപ്പൺ ആണല്ലോ, അപ്പോൾ ഈ ഒരു ഭാഗം നടുഭാഗത്താക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റിച്ചാക്കിയതിന് ശേഷം സെയിം മെത്തേഡിൽ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിട്ട് ഈ ഒരു ഭാഗം നടുവശത്ത് വന്നു, കാണുന്നില്ലേ? അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു ക്ലോത്ത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്, എന്നിട്ട് വേണം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ. കാരണം നമ്മൾ ആ ഒരു നടുഭാഗത്ത് സ്റ്റിച്ച് വിട്ടിട്ടുണ്ടതിന് അത് നമ്മൾ ഈ ഒരു ക്ലോത്ത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലൊന്ന് കത്രിക ഉള്ളിലിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ 4 ഭാഗങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മുടെ അടുത്തതും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കലാണ്. നമ്മൾ ഇതുപോലെ സ്റ്റിച്ചാക്കിയതിന് ശേഷം നടുഭാഗം ഒന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സ്റ്റിച്ചാക്കി ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് സ്റ്റിച്ചാക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം മുകളിൽ നടുഭാഗത്താകുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെയിം മെത്തേഡിൽ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ വേഗം സ്കിപ്പാക്കി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ കിട്ടി, മറ്റേ ക്ലോത്തും നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ ആ സ്ലിം ആയിട്ടുള്ളൊരു ക്ലോത്താണ്. അത് നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ സേഫ്റ്റി പിന്ന് വെച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇവിടെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ട ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ നടുഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം. ടൈറ്റായിട്ട് കെട്ടരുത്. സാറ്റിൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഓവർ ടൈറ്റ് കെട്ടുമ്പോൾ മാക്സിമം ചെറുതാവും. അപ്പം ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു മോഡലിന് വേണ്ടിയിട്ടാണ്. ഇത്ര ടൈറ്റ് ആക്കരുത്. ഞാൻ ഇതിലും ലൂസായിട്ടാണ് കെട്ടുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ലൂസിൽ വേണം കെട്ടി കൊടുക്കാൻ.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ക്ലോത്തും ഇതുപോലെ വെച്ച് കൊടുക്കുക. ചെറിയ ക്ലോത്ത് താഴെയും വലിയ വീതിയുള്ള ക്ലോത്ത് മുകളിലായ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് പ്ലീറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാനിതാ നൂല് വെച്ച് ഇതിനൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബോ ഉണ്ടാക്കേണ്ട പണി. അപ്പം നല്ല ക്യൂട്ടായിട്ട് കാണാനുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ബോ ഒന്ന് നോക്കാം. ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ടൈ വരുന്നൊരു ബോ ആണ്. അപ്പോൾ ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്ത് കുറച്ച് ലൂസാക്കിയതിന് ശേഷം ലൂസാക്കി കെട്ടി കൊടുക്കുക. അപ്പോൾ ഓവർ ടൈറ്റായിട്ട് കെട്ടരുത്, ഒന്ന് ലൂസിലൊന്ന് കട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോൻ്റെ മുകളിൽ ഈ ഒരു കെട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ വേറെ തന്നെ അവിടെ ഒരു മോഡലായി ത് നമ്മുടെ ഈ ഒരു ബോൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ സ്ക്രഞ്ച് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബോൻ്റെ ആ ഒരു ടൈ ഒന്ന് കെട്ടിക്കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തുന്നി കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുന്നാൻ പറ്റുകയാണെങ്കിൽ തുന്നാം, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഞാൻ എന്തായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്യൂട്ടായിട്ടുള്ള ബോ ആണ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുള്ളത്. ബോ പ്ലസ് സ്ക്രഞ്ചി. അപ്പോൾ നല്ല രസമുണ്ട് ഇത് കെട്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ബാക്കിലുള്ള ആ ഒരു ക്ലോത്തിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ കയ്യിലിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ, നല്ല രസമുള്ള ഒരു ബോ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നത്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ ഇൻഷാല്ലാ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഇതുവരെയും ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.